ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൊറിയൻ മാൻവയായ ലുക്കിസം എന്ന സീരീസ് ആണ്. ഈ അനിമയുടെ പ്ലോട്ട് എന്തെന്നാൽ കഥാനായകനായ പാർക്ക് യോൺ സാബിന്റെ ജീവിതത്തിൽ നടക്കുന്ന കളിയാക്കലുകൾക്കും ബോഡി ഷേമിങ്ങിനുമെല്ലാം അവനൊരു സൊല്യൂഷൻ ലഭിക്കുന്നു. എന്താണ് ആ സൊല്യൂഷൻ, എന്തൊക്കെയാണ് ആ സൊല്യൂഷൻ കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്നെല്ലാം കാണിച്ചു തന്നുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയി പോകുന്ന ഒരു അനിമയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്ന് വീഡിയോസ് ചെയ്യാൻ എന്നെ എൻകറേജ് ചെയ്യുന്നത്. എന്നാൽ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ അനിമയിലോട്ട് കടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലുക്കിസം സീസൺ 1 എപ്പിസോഡ് 1. സീലിംഗ് എന്താണ് ഇത്ര താഴെയായിട്ട് തോന്നുന്നത്, സിംഗൊന്നും ഇത്ര താഴെയല്ലുണ്ടാവാറ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഹീറോ ഉറക്കത്ത് എഴുന്നേറ്റ് പോയി നോക്കുന്ന സമയത്ത് അവന്റെ ആ ഭംഗിയുള്ള ഫേസ് കണ്ട് ഷോക്കായി ആരാണ് ഈ പയ്യൻ എന്ന് ചിന്തിക്കുന്നു. പിന്നീട് 2 ആഴ്ചക്ക് മുന്നെയാണ് കാണിക്കുന്നത്. ഒരു ടാറ്റു അടിച്ച പയ്യൻ നമ്മളെ ഹീറോന്റെ അടുത്ത് നീ തരാനുള്ള പൈസ ഒക്കെ തന്നോ എന്ന് ചോദിക്കുമ്പോ ഹീറോന്റെ കയ്യിലുള്ള കുറച്ച് പൈസ എല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നേ തന്നല്ലോ എന്ന് പറയും. അത് കേൾക്കുമ്പോ അപ്പൊ നീ പൈസ തന്നിട്ടില്ല, അതിന് പകരമായിട്ട് ഞാൻ പറഞ്ഞ പോലൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോ ഹീറോയും പേടിച്ചിട്ട് ശരി എന്ന് പറയും. അവൻ നീ പട്ടിയെ പോലെ ആക്ട് ചെയ്യ് എന്ന് പറയുമ്പോ ഹീറോയും ബൗ ബൗ എന്ന് കുറച്ച് ആക്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ ശബ്ദം തവളയെ പോലെ ഇരിക്കുന്നത്, ഇനി നീ പന്നിയെ പോലെ സൗണ്ട് ഉണ്ടാക്ക് എന്ന് പറയുമ്പോ ഹീറോയും പന്നിയെ പോലെ സൗണ്ട് ഉണ്ടാക്കി അവിടെ കിടന്ന് ഉരുളും. അത് കാണുമ്പോ എല്ലാരും ചിരിക്കുന്നുണ്ടാവും. അതിലുള്ളൊരു പെണ്ണ് ഹീറോ നോക്കാതെ തന്നെ നീ എന്താ എന്റെ സ്കേർട്ടിനുള്ളിലോട്ട് നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോ ആ ടാറ്റു അടിച്ച പയ്യൻ ടെൻഷനായിട്ട് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഹീറോനെ എടുത്തിട്ട് അടിക്കും. എന്നിട്ട് അവനോട് നീയൊക്കെ ജനിച്ചത് തോക്കാൻ വേണ്ടിയാ, ജീവിതകാലം മുഴുവൻ നീ ഇതേപോലെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ മനസ്സ് വളരെ വേദനിപ്പിക്കും. പിന്നീട് ഹീറോ സ്കൂൾ വിട്ട് വളരെ ക്ഷീണത്തോടെ അവന്റെ ബെഡിൽ കിടക്കുന്ന സമയത്ത് വയറിന്ന് വിശപ്പിന്റെ വിളി വരുമ്പോ കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിലോട്ട് പോകും. ഹീറോ അങ്ങനെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷനായിട്ട് കയ്യിലുള്ള പാക്കറ്റ് ക്രഷ് ചെയ്യും. അപ്പൊ അമ്മ വന്നിട്ട് ഹേംസാബെ നിന്റെ പാട്ട് വളരെ മധുരമായിരുന്നു, ഭാവിയിൽ നീ വലിയ സിംഗറൊക്കെ ആവും എന്ന് പറഞ്ഞിട്ട് അവനുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. ഫുഡിൽ മുട്ട കാണുന്ന സമയത്ത് ഹീറോ ടെൻഷനായിട്ട് അമ്മയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുട്ട ചേർക്കല്ലേന്ന്, ഇത് തിന്നാ ഞാൻ നീ തടിച്ച അരിച്ചാക്ക് പോലെ ആവൂലേ എന്ന് ചോദിക്കുമ്പോ അമ്മയും ഞാൻ ആ കാര്യം മറന്നുപോയതാണെന്ന് പറയും. ഹീറോ അത് കഴിക്കുന്ന സമയത്ത് ആ പയ്യൻ തല്ലിയ ഭാഗത്തുള്ള ഒരു പല്ല് അവന് വേദനിക്കുന്നുണ്ടാവും. ഹീറോ അമ്മയോട് അമ്മ എനിക്ക് ഈ സ്കൂൾ വേണ്ട എന്ന് പറയുമ്പോ അമ്മ എന്ത് പറ്റി എന്ന് ചോദിക്കും. ഹീറോ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വളരെ ബുദ്ധിശാലികളായോണ്ട് എനിക്ക് നല്ല മാർക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല, എന്നെ വേറൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യോ എന്ന് ചോദിക്കുമ്പോ അമ്മ അവനോട് മോനെ നമുക്ക് ഈ വീട് തന്നെ നല്ല പ്രയാസപ്പെട്ടിട്ടാ കിട്ടിയത്, ഇനി ഇതുപോലെ കുറഞ്ഞ വാടകയിൽ ഒരു വീട് വേറെ എവിടെയും കിട്ടൂല, പിന്നെ സ്കൂള് മാറിക്കഴിഞ്ഞാൽ നീ നിന്റെ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യൂലേ എന്ന് ചോദിക്കുമ്പോ അത് കേട്ടതും ഹീറോ ടെൻഷനായിട്ട് ഞാൻ അവിടെ പഠിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ കൂട്ടുകാരെ പറ്റിയാണോ സംസാരിക്കുന്നത്, പാവപ്പെട്ടവനായി ജനിച്ചത് എന്റെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ള ഒരു ചുമരിലേക്ക് പഞ്ച് ചെയ്യും. നോക്കുമ്പോ ആ ചുമര് പൊളിഞ്ഞിട്ട് ഒരു ഹോളായിട്ടുണ്ടാവും. നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തു തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അവൻ അമ്മേനോട് ദേഷ്യപ്പെട്ട് റൂമിന്റെ ഉള്ളിലോട്ട് പോകും. പിറ്റേ ദിവസം ഹീറോ അവന് തീരെ താല്പര്യമില്ലാത്ത ആ സ്കൂളിലോട്ട് വേറൊരു നിവർത്തി ഇല്ലാത്തോണ്ട് പോവുകയാണ്. ക്ലാസ്സിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഒരു പെണ്ണ് ഹീറോനെ ഇടിച്ചിട്ടിട്ട് നിനക്കെന്താ കണ്ണാടി ഇട്ടിട്ടും കണ്ണ് കാണില്ലേ എന്ന് ചോദിക്കുമ്പോ ഹീറോ നീയല്ലേ ഫോണിൽ നോക്കി വന്ന് എന്നെ ഇടിച്ചേ എന്ന് പറയുന്ന സമയത്ത് കൂടുള്ളവള് എന്താടാ പറഞ്ഞെന്ന് പറഞ്ഞ് ഹീറോനെ വരട്ടുമ്പോ അവനും സോറി എന്ന് പറയും. ഈറ്റ സോങ് എന്റെ PT ഡ്രസ്സൊക്കെ എടുത്തോക്കാൻ പറയുന്ന സമയത്ത് ഹീറോയും അത് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകും. PT പീരീഡ് ആവുമ്പോ ഹീറോന്റെ മേത്തേക്ക് ആരാ പന്തടിക്കുക എന്നൊരു രീതിയിൽ ബെറ്റിംഗ് മത്സരം നടത്തുമായിരിക്കും. ഈറ്റ സോങ് അതിൽ ഷോട്ട് അടിക്കുന്ന സമയത്ത് അതിന്ന് എങ്ങനെയൊക്കെയോ ഹീറോ എസ്കേപ്പ് ആവും. ഗേൾസ് ഒക്കെ PT സാറ് കണ്ട സീനാവെന്ന് പറയുന്ന സമയത്ത് 10ാം നമ്പർ ജയിച്ചിട്ട് ഒരു പയ്യ അങ്ങോട്ട് വന്നിട്ട് ഞങ്ങൾ PTക്ക് മുന്നുള്ള വാമപ്പ് അല്ലേ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോട്ട് അടിക്കുമ്പോ ആ ഷോട്ടില് ഹീറോ തെറിച്ചു പോയി വീണിട്ടുണ്ടാവും. അത് കാണുമ്പോ ഞാനാണ് ഈ സ്കൂളിലെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് അവൻ പട്ടിഷ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലീറ്റ സോങ് അത് കണ്ട് ടെൻഷനായിട്ട് നിനക്കെങ്ങനെ എന്റെ പന്തിന്ന് ഡാജ് ചെയ്യാൻ കഴിഞ്ഞേ എന്ന് ചോദിക്കുമ്പോ ഹീറോ ഞാൻ അത് പേടിച്ചിട്ടാന്ന് പറയുന്ന സമയത്ത് എല്ലാരെ മുന്നിൽ നിന്നും എന്നെ നിനക്ക് നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ വയറ്റിലേക്ക് പഞ്ച് ചെയ്യും. ശബ്ദം കേട്ട് 10ാം നമ്പർ ജേഴ്സി എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോ ലീറ്റ സോങ് അവനോട് കണ്ടോ ഇതുപോലൊരു പഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റുള്ള ആരാണെങ്കിലും നോക്കൗട്ടായി വീഴും, നീ ഫുട്ബോളിൽ ബെസ്റ്റ് ആണെങ്കിൽ ഞാൻ റെസ്ലിംഗിൽ ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും ഹീറോനെ കണ്ട് ചിരിക്കും. ആ പയ്യൻ ഹീറോനെ പൊക്കിയിട്ട് നിന്റെ ആക്ടിംഗ് ഒക്കെ നിർത്തുന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ ഫേസിലേക്ക് അടിക്കും. ഗേൾസ് ഒക്കെ PT സാർ വന്ന വിഷയാവും എന്ന് പറയുന്ന സമയത്ത് ലീറ്റ സോങ് അതിനു മുന്നേ ഇവന്റെ കണക്ക് ഞാൻ തീർത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ നിൽക്കുന്ന
നിൽക്കുന്ന സമയത്ത് നിർത്തുന്ന് പറഞ്ഞിട്ട് ഹീറോന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ടാവും. ഹേംസാബെ നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്റ്റുഡൻസിനെല്ലാം ഇത് ഹീറോന്റെ അമ്മയാണ് എന്ന് മനസ്സിലാവും. ലീറ്റ സോങ് ഞങ്ങൾ അവന്റെ കൂടെ കളിക്കായിരുന്നു എന്ന് പറയുമ്പോൾ അവന്റെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ആളുകൾ അങ്ങനെ ഉപദ്രവിച്ചിട്ടാണോ അവിടെ കളിക്കുക, ടീച്ചറിന്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവനെ പണീഷ് ചെയ്യാൻ നോക്കുമ്പോ ഗേൾസ് ഒക്കെ ഇവൻ തന്നെ ആയിരിക്കും ചെറിയ കുട്ടികളെ പോലെ ഇവന്റെ അമ്മേനെ വിളിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ ഹീറോ അത് കേട്ട് ടെൻഷനായിട്ട് അമ്മ നിങ്ങൾ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഹാർഷായിട്ട് പറഞ്ഞ് അവനെ തല്ലിയ പയ്യന്റെ അടുത്ത് ഹീറോ സോറി പറയും. അത് കാണുന്ന സമയത്ത് അവന്റെ അമ്മയ്ക്കും വിഷമായിട്ടുണ്ടാവും. സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോക്കെ അമ്മേനോട് ഹാർഷായിട്ട് സംസാരിച്ചല്ലോ എന്ന് ചിന്തിച്ച് ഹീറോ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അമ്മ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഹീറോനെ അമ്മ വിളിക്കുമ്പോ അവനും അങ്ങോട്ട് പോവും. ഇന്ന് ഞാൻ നിന്റെ സ്കൂളിൽ വന്ന എന്തിനാണെന്നറിയോ, നിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ച് സംസാരിക്കാനാ. നീ നിനക്ക് നഗരത്തിലുള്ള നല്ലൊരു സ്കൂളിൽ പഠിക്കുക, എന്നാൽ എനിക്കാണ് അങ്ങോട്ട് വരാൻ കഴിയാത്തത്. എന്റെ ജോലി ഇവിടെ അല്ലേ, പക്ഷെ പൈസനെ കുറിച്ചൊന്നും നീ ചിന്തിക്കണ്ട, അത് ഞാൻ അയച്ചെന്നോളാം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് പോകുമ്പോ അമ്മയ്ക്ക് ഹീറോനോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് അവന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും. പിറ്റേ ദിവസം ഹീറോ അവന്റെ അമ്മ പുതിയ സ്കൂളിന്റെ അടുത്ത് എടുത്തു തന്ന ഒരു കോട്ടേഴ്സ് കാണാൻ വേണ്ടി പോവുമായിരിക്കും. വീടിന്റെ അടുത്ത് എത്തുമ്പോൾ ഹീറോ ഇനി ഇവിടുന്ന് പുതിയൊരു ലൈഫ് തുടങ്ങണം എന്ന് ചിന്തിച്ച് ഉള്ളിലോട്ട് കയറും. അമ്മ വിളിക്കുമ്പോ അമ്മ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, പിന്നെ എന്റെ ലഗേജ് ഒക്കെ വരാനുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ടൗണിൽ നിന്ന് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്ത് ഹീറോ ടൗണിലോട്ട് പോവും. ടൗണൊക്കെ അങ്ങനെ ചുറ്റിക്കണ്ട് വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെണ്ണുമായി കൂട്ടിമുട്ടി അവൻ താഴേക്ക് വീഴും. അപ്പൊ അവൻ പഴയ സ്കൂളിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവൾ അതിന് വിപരീതമായിട്ട് സോറി എന്റെ കണ്ണ് ഫോണിലായിരുന്നു, ഞാനാ ശ്രദ്ധിക്കാതെ വന്നേ എന്ന് പറയുമ്പോ ഹീറോ ഇത് പഴയ ജീവിതം പോലെ അല്ലല്ലോ, പുതിയ ജീവിതത്തിനനുസരിച്ച് ഞാനും മാറണം എന്ന് ചിന്തിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോ അവൾക്ക് ഹീറോന്റെ ആ സ്റ്റൈല് എന്തോ പോലെ തോന്നിയിട്ടുണ്ടാവും. അവളെ ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വന്നിട്ട് ഇവനെ നിനക്ക് മുന്നേ അറിയോ എന്ന് ചോദിക്കുമ്പോ അവളും അറിയൂല എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഹീറോ സ്മൈൽ ചെയ്യുന്ന കാണുമ്പോ ആ പയ്യൻ എന്താണ് അങ്ങനെ ഇളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഹീറോ നടന്നതിനെ പറ്റി പറയുന്ന സമയത്ത് ഓ അപ്പൊ നീ ഒരു പെണ്ണിനെ അടിച്ചിട്ട് അവളോട് സോറി പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഹീറോനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോ ഇത് പഴയ ജീവിതം പോലെ തന്നെയാണ് എന്ന് ചിന്തിച്ചിട്ട് കൈ ഹോൾഡ് ചെയ്യുമ്പോ നീ എന്തെന്നെ തല്ലാൻ പോവാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹീറോ അങ്ങനെയൊന്നല്ല, ഞാൻ നിങ്ങൾക്ക് കോഫി വാങ്ങി തരാം എന്ന് പറയുമ്പോ എന്താണ് അത് വാങ്ങാൻ പോലും ഞങ്ങൾക്ക് പൈസ ഇല്ലാന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് ഹീറോനെ പഞ്ച് ചെയ്യും. ഈ ഫൈറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ആദ്യം വീഡിയോ എടുക്കുക പിന്നീട് പോലീസിനെ അറിയിക്കുക എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുന്ന തിരക്കിലായിരിക്കും. ഹീറോ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ വീഡിയോ വൈറലായിട്ടുണ്ടാവും. അതിൽ ധാരാളം ബോഡി ഷെയ്മിങ്ങിന്റെ കമന്റ് ഒക്കെ കണ്ടിട്ട് അവൻ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ കരഞ്ഞ് ഹീറോ ഉറങ്ങിപ്പോവും. പിന്നീട് കാണിക്കുന്നത് എപ്പിസോഡിന്റെ ഫസ്റ്റ് സീനിൽ കാണിച്ച ആ കാര്യമാണ്. എത്ര നേരമായി ഞാൻ ഉറങ്ങിയിട്ടെന്ന് അറിയില്ല, സീലിംഗ് എന്താണ് ഇത്ര താഴെയായിട്ട് തോന്നുന്നത്, സിംഗ് ഒന്നും ഇത്ര താഴെയല്ലോ ഉണ്ടാവാറ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ ഹീറോ കണ്ണാടിലോട്ട് പോയി നോക്കുമ്പോ അവന്റെ ആ ഭംഗിയുള്ള ഫേസും സിക്സ് ബാക്ക് ഒക്കെ കണ്ട് ഷോക്കായി താഴേക്ക് വീഴും. അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് റിയൽ ബോഡി അവിടെ ഉറങ്ങുന്നുണ്ടാവും. ഹീറോ അങ്ങോട്ട് പോയിട്ട് അവന്റെ ബോഡിനെ ഉണർത്താൻ നോക്കുമ്പോ ഞാൻ എന്നെ തന്നെയല്ല ഉണർത്തണെന്ന് ചിന്തിച്ച് ഫേസിലേക്ക് അടിക്കും. അപ്പൊ ഹീറോയും ഉണർന്നിട്ട് ഇതൊരു സ്വപ്നമായിരിക്കും എന്ന് ചിന്തിച്ച് തിരിഞ്ഞടക്കുമ്പോ അവൻ ആ ബോഡി കണ്ട് ഷോക്കായി ഇതൊക്കെ സത്യമായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ആ ബോഡീനെ വീണ്ടും ഉണർത്താൻ ശ്രമിക്കുമ്പോ ഹീറോ ആ ഹാൻസം ബോഡിലോട്ട് തന്നെ സ്വിച്ച് ആവും. അവൻ എന്ത് ചെയ്യുന്നറിയാതെ ഡോക്ടറിനെ വിളിക്കാന്ന് കരുതി ഫോൺ എടുക്കുന്ന സമയത്ത് അതിൽ ആ ബോഡി ഷെയ്മിങ് ചെയ്ത കമന്റ് ഒക്കെ കണ്ടിട്ട് കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് അവന്റെ പഴയ സ്കൂളിലെ റൗഡിയൊക്കെ പറഞ്ഞ ചിന്തിച്ച് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ എന്റെ ഈ ബോഡിയിൽ നൽകും എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുക്കും. പിന്നീട് കാണിക്കുന്നത് ഹീറോ പഠിക്കാൻ വരുന്ന പുതിയ സ്കൂളായിരിക്കും. അവിടെ ഒരു പയ്യൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ രണ്ട് ഗേൾസ് അവനെ സൈറ്റ് അടിച്ചിട്ട് ഇവൻ മുടിയും കൂടി കളർ ചെയ്തപ്പോ എന്ത് ഹാൻസം ആണല്ലേ എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ ആ പയ്യനാണെങ്കിൽ ഇനി സെക്കൻഡ് സെമിസ്റ്ററിൽ ഞാനായിരിക്കും വലിയ ചർച്ച എന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ അറിയാതെ അവനെ തട്ടും. അപ്പൊ ആ പയ്യൻ എന്താണ് നിന്റെ കണ്ണ് എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോന്റെ ഫേസിലോട്ട് നോക്കുമ്പോ ഹീറോന്റെ ഭംഗിയുണ്ട് ആ പയ്യൻ സ്റ്റണ്ണായി പോയി നിൽക്കുന്നുണ്ടാവും. സ്റ്റുഡൻസ് ഒക്കെ ആരാണ് ഈ ഹാൻസം ആയ പയ്യൻ എന്ന് ചിന്തിക്കും. സാറാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇന്നൊരു പുതിയ സ്റ്റുഡന്റ് വരുന്നുണ്ട് എന്ന് പറയുമ്പോ ഹീറോ വാതിലും തുറന്നൊരു മാസ് ഇൻട്രോ കൊടുക്കും. ആ സമയത്ത് എല്ലാരും ഹീറോന്റെ ഭംഗി തന്നെ മെയ് മറന്നുപോയി നിൽക്കുന്നുണ്ടാവും. അപ്പൊ ഹീറോയും ഹായ് എന്റെ പേര് പാർക്യോൻ സാബ്, നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്ന് പറയും. അതോടെ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ എപ്പിസോഡിൽ നമ്മളെ ഹീറോ ഒരുപാട് ബുള്ളിങ്ങും ബോഡി ഷെയ്മിങ്ങും എല്ലാം അനുഭവിച്ച് ജീവിതം വെറുത്തിരിക്കുന്ന സമയത്തായിരിക്കും അവൻ അതിനൊക്കെ സൊല്യൂഷൻ ആയിട്ട് ഈ ഹാൻസം ബോഡി ലഭിക്കുക. ഇനി ഈ ബോഡി കൊണ്ട് അവൻ എന്തൊക്കെ ചെയ്യുന്നെല്ലാം നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം.
മനസ്സിലാക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ എക്സ്പ്ലനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ ഗായ്സ്.